ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തി തരാൻ ഞാൻ ശ്രമിക്കണ്ടേ? അതല്ലേ ഫ്രണ്ട്ഷിപ്പ്? ദുർഗ ദുർഗ ദുർഗ. മഹാദേവൻ എന്നൊരാളിന് വന്നിരിക്കുന്ന ലെറ്ററാണ്. അഡ്രസ് ഇന്ദ്രപ്രസ്ഥം. അയച്ചതാരാണെന്ന് മനസ്സിലായോ? ശുഭ എന്നാണ് ഒരു സാധ്യത പറഞ്ഞത്. പാലക്കാട് ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്. കമ്പിളിച്ചുങ്ക എന്നാവാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ഇതേ ഈ മാഞ്ഞുപോയ അക്ഷരങ്ങൾ ഓരോ സാധ്യത വെച്ച് നോക്കിയെടുക്കുന്നതാ. അതുകൊണ്ടാണ് ഒന്നിനും ഒരു ഉറപ്പ് പറയാത്തത്. മനസ്സിലായി. കുട്ടേട്ടൻ ഒരു സഹായം കൂടി ചെയ്യണം. എന്താ മോളെ? ശരി മോളെ. ചന്ദ്രാമൻ, അത്യാവശ്യം ജോലി വല്ലതും ഉണ്ടോ? ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതാ. അതെന്താ ഒരു സ്ഥലം? എവിടെ പോകുന്നു? ദുർഗയുടെയും കിരൺജയന്റെയും സ്കൂളില് ഇന്ന് ക്രിസ്മസ് ഫംഗ്ഷനാ. അപ്പോ എന്നോടും കൂടി ചെല്ലാൻ പറഞ്ഞു. അതിനെന്താ, നീ പൊയ്ക്കോ. വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിനക്കിന്ന് ഫുൾ ടൈം ലീവ് പോരെ? താൻ ഇതുവരെ റെഡി ആയില്ലേ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ചെന്ന് റെഡി ആയിക്കേ. ചെല്ല്. താൻ ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? അതെ. അല്ലാതെ എന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല അല്ല, താൻ ഇതെങ്ങോട്ടാ? അപ്പോഴേക്കും ചിന്നു മറന്നോ? അത് എന്ത്? ഇന്ന് സ്കൂളിൽ ചെല്ലാന്ന് ഇന്നലെ കിരണിന് നമ്മൾ വാക്കുകൊടുത്തില്ലേ, അത് മറന്നുപോയോ? നമ്മളോ? ആ, താൻ വരുന്നില്ല, എന്തോ തിരക്കൊക്കെ ആണെന്നല്ലേ പറഞ്ഞത്? പിന്നീട് ആലോചിച്ചപ്പോ തോന്നി പോവാന്ന്. അയാള് വലിയ കാര്യത്തിൽ വിളിച്ചാലേ ഇനി ഞാനായിട്ട് വിഷമിപ്പിക്കണ്ട. അവർക്ക് ഒരു വിഷമവും ഇല്ല. താൻ ചെല്ലാത്തതിൽ സന്തോഷിക്കേ ഉള്ളൂ. അത്ര മതിപ്പല്ലേ എല്ലാവർക്കും? അതുമാത്രല്ല കാര്യം, ഇവിടുത്തെ സാറിന് പോകാൻ പറ്റാത്തോണ്ട് എന്നോട് പോകാൻ പറഞ്ഞു. സാറിന് പോവാൻ പറ്റാത്തോണ്ട് താൻ പോവാനോ? താനെന്താ ഇവിടുത്തെ സാറിന്റെ മോനോ? ചില സമയത്ത് തന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ തോന്നും, അതാ ചോദിച്ചത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. തനിക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ലേ? അവരെ കുറിച്ചൊന്നും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. വീട്ടിൽ പോകുന്നതും കാണുന്നില്ല. വീടും കൂടും ബന്ധവും സ്വന്തമൊന്നും ഇല്ലേ? തന്റെ അച്ഛനെന്താ ജോലി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന്റെ കൂലിപ്പണിയാ. അമ്മ ഒരു വലിയ വീട്ടിലെ അടുക്കള പണിക്ക് നിൽക്കുക. ചേട്ടനിങ്ങനെ PSC ഒക്കെ പഠിച്ച് ജോലിക്ക് നടക്കുക. ബാക്കിയൊക്കെ ശരി. സ്വന്തം അമ്മയെ താൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ശരിയായില്ല. 3 ആണുങ്ങളുള്ള വീടല്ലേ? എടോ, നമ്മൾ ജീവിക്കുന്ന കാലം അമ്മമാരെ കഷ്ടപ്പെടുത്താതെ നോക്കണം. ഉള്ള സമയം തന്നോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ?
അമ്മമാരുടെ മനസ്സറിയുന്നവരായിരിക്കണം മക്കള്. താൻ ആദ്യം ആ അമ്മയോടിനി മറ്റുള്ളവരുടെ പാത്രം കഴുകാൻ പോകണ്ടെന്ന് പറയണം. എപ്പോഴും നിങ്ങളോടൊപ്പം വീട്ടിലിരിക്കാൻ പറയണം. തന്റെ അമ്മ ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്തെ മാഡം ഇവിടുത്തെ രമാ മാഡത്തെ പോലെ ആണെങ്കിൽ ആ അമ്മയ്ക്ക് കരയാനേ നേരം കാണും. എന്തിനാടോ ആ പാവത്തിന് കരയിക്കുന്നത്? ഇതൊന്നും അറിയാതെ വേഷം കെട്ടി നടക്കുക ഒരു ഡ്രൈവർ. ചന്ദ്രാമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? കണ്ണിലെ പൊടി വീണതാന്ന് തോന്നുന്നു. എവിടെ നോക്കട്ടെ. പോയാ? ഏ? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തി തരാൻ ഞാൻ ശ്രമിക്കണ്ടേ? അതല്ലേ ഫ്രണ്ട്ഷിപ്പ്. ദുർഗ ദുർഗ ദുർഗ. ആദ്യ കാഴ്ച തന്നെ മനസ്സിലൊരു മിന്നൽ പോലെ അവള് തിളങ്ങിയത്. ഇത്ര പെട്ടെന്ന് കൈ വരുമെന്ന് കരുതിയില്ല. ഇതൊരു ചാൻസ് ആണ് നരി. സ്കൂൾ ഫംഗ്ഷൻ നടക്കുന്ന ബഹളത്തിനിടയിൽ നമുക്ക് അവളെ പൊക്കാം. കുറച്ച് ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വേണമല്ലോ, എങ്കിലല്ലേ മാസാവും. നമുക്ക് തകർക്കാവുന്നേ. പിന്നെന്താ? പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.